പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിധികർത്താക്കളുടെ ഗ്രേഡ് തിരുത്തി ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. കലോത്സവത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന KPSTA-ക്കായിരുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല. എന്നാൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ പങ്കില്ല. മികച്ച നിലയിലാണ് കലോത്സവം നടന്നത്. വിധികർത്താക്കളുടെ കാര്യത്തിലും പരാതി ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്നുണ്ടായ ഇടപെടലാണ് ഗ്രേഡ് തിരുത്തിയുള്ള ക്രമക്കേടിന് ഇടയാക്കിയത്. ഇതിനു പിന്നിലെ ഗൂഢാലോചനയും അന്വേഷിക്കണം. കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ആ നല്ല മനസ്സിന് എതിരായിട്ടുള്ള ഒരു വികാരം ആരുണ്ടാക്കിയാലും ശക്തമായ നടപടികൾ അതിലെടുക്കണം എന്നാണ് ഞങ്ങൾ അതിനാവശ്യപ്പെടുന്നത്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കോ കോൺഗ്രസ് അനുഭാവ അധ്യാപക സംഘടനയ്ക്കോ അത്തരം വിഷയങ്ങളിൽ യാതൊരു പങ്കുമില്ല. അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല ഞങ്ങളാരും. വർഷങ്ങളായി കലോത്സവ വേദികളിൽ ഇത്തരം കമ്മിറ്റികളും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിന് കൂടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന നടപടികളിലാണ് ഈ അധ്യാപക സംഘടനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രോഗ്രാം കമ്മിറ്റി എന്ന രീതിയിൽ വളരെ സ്തുത്യർഹമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കലോത്സവം കഴിഞ്ഞപ്പോൾ നമ്മുടെ AO അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇത്ര കൃത്യതയോടെയുള്ള പ്രവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ പ്രീ പ്രൈമറി കലോത്സവം ഈ കലോത്സവത്തോട് ബന്ധപ്പെട്ട് നടത്തുന്നത്. അതും നിശ്ചയിച്ച സമയത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഭംഗിയാർന്ന യാതൊരു പരാതികളും ഇല്ലാത്ത രീതിയിൽ അതുപോലും നമ്മൾ നടത്തുകയുണ്ടായി. പിന്നെ അതിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇതിൻ്റെ അക്കാഡമിക് ഈ കലോത്സവത്തിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ആളല്ല. അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇതിൻ്റെ കലോത്സവത്തിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് അവിടെ നിഖിൽ എന്നൊരു മാഷാണ്. അവിടുത്തെ വിളയിൽ അറിയപ്പെടുന്ന CPM നേതാവിൻ്റെ മകൻ കൂടിയാണ് നിഖിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്കൂളിനോട് എടപ്പല ഹൈസ്കൂൾ വിഭാഗത്തിലെയും +2 വിഭാഗത്തിലെയും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന ആളുകളൊക്കെ CPM-ൻ്റെ ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ഒരു സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അഴിമതി നടത്തിയെന്നാണ് CPM-ന്റെ ആരോപണം. എന്നാൽ CPM നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ക്രമക്കേടിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും കോൺഗ്രസ് നേതാക്കളായ നീലടി സുധാകരൻ, VM മുസ്തഫ, PM രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. NCV ന്യൂസ്, തൃത്താല.